അത് ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, വേറെ നല്ലൊരു ഇൻറ്റൻസിറ്റി തന്നെയാണ്. ഒരു ഹെവി ഇൻറ്റൻസ് സ്പെൽ ഓഫ് റെയിന് ഒരു നമ്മളിപ്പോൾ ഒരു ദിവസത്തിൽ തന്നെ ഇപ്പോൾ 24 hour റെയിൻഫോളാണ് നമ്മൾ സാധാരണ ഈ റെഡ് വാർണിംഗ്, ഓറഞ്ച് വാർണിംഗ് അല്ലെങ്കിൽ യെല്ലോ അലേർട്ട് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം അതിനകത്ത് ഈ 24 hours തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു 3 hour സ്പെല്ല് കൊടുത്തിട്ട് നൗകാസ് എന്ന് പറയുന്നൊരു പുതിയൊരു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് 3 hour വാലിഡിറ്റി ഉള്ളതാണ്. അപ്പോൾ ഈ 3 hour ഇതുപോലെ ഇൻറ്റൻസ് സ്പെൽസ് ആണോ വരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും സിവിയർ തണ്ടർ സ്റ്റോംസ് ഉണ്ടോ, അല്ലെങ്കിൽ സ്ട്രോങ് വിൻഡ്സ് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നൗകാസ്റ്റ് ഒക്കെ അതിലുപയോഗിക്കുന്ന ഈ റെയിൻ റേറ്റ്, അതായത് റെയിൻ്റെ ഇൻറ്റൻസിറ്റി, അതിന് നമ്മൾ ലൈറ്റ് റെയിൻ, മോഡറേറ്റ് റെയിൻ, ഇൻറ്റൻസ് സ്പെൽ, വെരി ഇൻറ്റൻസ് സ്പെൽ, പിന്നെ വരുന്ന നെക്സ്റ്റ് കാറ്റഗറിയാണ് ഈ ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു പുതിയൊരു വെതർ ഫിനോമിന അല്ല. ഓക്കെ, അത് ജസ്റ്റ് ഒരു കാറ്റഗറി ഓഫ് ഇൻറ്റൻസ് സ്പെൽ ഓഫ് റെയിൻ എന്നാണ് അതിന് പറയാൻ പറ്റുക. അതാണ് അത്. അല്ലാതെ ഇതൊരു പ്രത്യേകിച്ചൊരു വെതർ ഫിനോമിനയാണെന്നുള്ള രീതിയിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മളങ്ങനെ ഡിസ്കഷനൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു ക്ലാരിഫിക്കേഷനും കൂടി തരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്ലൗഡ് ബേസ്റ്റ് എന്നുള്ള ഡിസ്കഷനൊക്കെ വരാൻ കാര്യം ഇതാണ്, ഇൻറ്റൻസ് സ്പെൽസ് ഓഫ് റെയിൻ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ടേം കൂടുതലും ഡിസ്കഷനിൽ വരുന്നത്. അപ്പോൾ ഇപ്പോൾ 10 സെൻറ്റിമീറ്റർ മഴ, ഒരു ഉദാഹരണം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. 10 സെൻറ്റിമീറ്റർ മഴ 24 മണിക്കൂർ സ്പ്രെഡ് ഔട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കതിന് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയെന്ന് വരില്ല. പക്ഷേ 10 സെൻറ്റിമീറ്റർ മഴ 2-3 മണിക്കൂറിനകത്താണെങ്കിൽ നമ്മൾ തിരുവനന്തപുരം പോലുള്ള സിറ്റിയിലൊക്കെ വെള്ളക്കെട്ട് പോലെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ആ ഒരു എന്താ പറയുക ടെമ്പറൽ സ്പ്രെഡിന് ആ ഒരു റെലവൻസ് വരുന്നത്. അതുകൊണ്ടാണ് ഒരു റെയിൻ്റെ റേറ്റ് മാത്രമാണ് ഇതിൻ്റെ അകത്ത്. ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു എന്താ പറയുക, ഒരു പ്രതീകാത്മകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അതായത് ഇതെല്ലാം ഇങ്ങനെ തകർന്ന് വരുന്ന പോലെ ഒരു തോന്നൽ വരുന്നതുകൊണ്ട് ഇത് എന്താ പറയുക, ചിലപ്പോൾ ഒരു സെൻസേഷനലൈസ് ചെയ്യാനുള്ളൊരു ഇത് പഴയൊരു വാക്കാണ്. ഇത് പണ്ട് തൊട്ടേ ഉള്ളതാണെങ്കിലും നമ്മളുടെ IMDയിൽ കൂടുതലും മാനുവൽ ഒബ്സർവേറ്ററീസ് ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഓട്ടോമാറ്റിക് വെതർ റെയിൻഗേജസ് ഒക്കെ ഉണ്ട്, ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് നേരത്തെ സെൽഫ് റെക്കോർഡിംഗ് റെയിൻ ഗേജസ് എന്ന് പറഞ്ഞാൽ വളരെ അപൂർവം ഒബ്സർവേറ്ററി, അതുപോലെ 6-7 ഒബ്സർവേറ്ററികൾക്ക് നമുക്ക് ഉണ്ടായിരുന്നു. അതിൽ എല്ലാ എന്താ പറയുക, ഒരു ക്ലോക്ക് ഡ്രമ്മിൻ്റെ മേലെ ഒരു ഗ്രാഫ് വെച്ചിട്ട് അപ്പോൾ കണ്ടിന്യൂസ് റെക്കോർഡ് കിട്ടുമായിരുന്നു. അപ്പോൾ അത് വെച്ച് നമ്മൾ ഇൻറ്റൻസിറ്റി ഒക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഈ കളമശ്ശേരിയിൽ ഇവൻ്റ് ഉണ്ടായപ്പോൾ നമ്മൾ പാസ്റ്റ് റെക്കോർഡ്സ് ചെക്ക് ചെയ്തപ്പോൾ ഈ പറയുന്ന നമ്മളുടെ ഇപ്പോൾ ഉള്ള ഒബ്സർവേറ്ററികളിലൊന്നും ക്ലൗഡ് ബേസ്റ്റ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് കണ്ടത്. പിന്നെ അവൈലബിൾ ആയിട്ടുള്ള AWS വെച്ച് നോക്കി അപ്പോഴും അങ്ങനെ ഇവൻറ്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ 1 മണിക്കൂറിൽ കൃത്യം ടെക്നിക്കലി ഡെഫിനിഷൻ മീറ്റ് ചെയ്യുന്നത് കളമശ്ശേരിയിൽ ഒന്നാണ് റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. റെക്കോർഡ് ചെയ്യപ്പെടാത്തത് ഒത്തിരി ഉണ്ടാകും. കാരണം നമുക്ക് ഒരു ദിവസത്തെ 70 സെൻറ്റിമീറ്റർ 100 സെൻറ്റിമീറ്ററൊക്കെ റെയിൻ കിട്ടിയിട്ടുള്ള കണക്കുകളൊക്കെ ഉണ്ട് ഒരു സ്റ്റേഷനിൽ. അതെ, അപ്പോൾ കുറച്ച് കാലം മുമ്പാണെങ്കിലും അങ്ങനെയുള്ള സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്, കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെയും ഒരു പക്ഷേ ഇങ്ങനെയുള്ള ഈ ഇൻറ്റൻസ് സ്പെൽസ് ഉണ്ടായിട്ടുണ്ടാവാം, നമ്മുടെ കയ്യിൽ റെക്കോർഡ് ഇല്ലാത്തെന്നുള്ളൊരു പ്രശ്നമാണ്. കേരളത്തിലെ മഴയുടെ ഒരു പൊതുവായ പാറ്റേണിൽ വ്യത്യാസം വരുന്നുണ്ടോ? നമ്മളൊരു ട്രഡീഷണൽ സങ്കല്പത്തിൽ ഈ ഇടവപ്പാതി തുലാവർഷമാണല്ലോ കേരളത്തിലുള്ള മഴ. ഇടവപ്പാതി ഇങ്ങനെ തിരിമുറിയാതെ പെയ്യുന്നതെന്നും മറ്റേത് ഒറ്റയടിക്ക് പെയ്ത് നിൽക്കുന്നതെന്നാണ്. പക്ഷെ ഇപ്പോൾ ഈ 2 മഴയിലും, അത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആണെങ്കിലും സൗത്ത് ഈസ്റ്റ് മൺസൂൺ ആണെങ്കിലും നിർത്താതെ പെയ്യുന്നുമുണ്ട്, ഒറ്റയടിക്ക് വന്നു പോകുന്നുമുണ്ട്. പാറ്റേൺ വ്യത്യാസം. ഇടിമിന്നൽ ഉണ്ടാവുന്ന ഇപ്പം പൊതുവേ കാലവർഷകാലത്തിൽ ഇടിമിന്നൽ ഉണ്ടാവില്ല എന്നുള്ള ഒരു കണക്കുണ്ടായി. പറഞ്ഞത് തിരിമുറിയാതെ മഴ പെയ്യുന്ന അത് അതിൻ്റെ എന്താ പറയുക, ക്ലൗഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഷീറ്റിലേക്ക് അല്ലെങ്കിൽ സ്ട്രാറ്റിഫോം ക്ലൗഡ് എന്നാണ് നമ്മൾ പറയുക. അതായത് ഒരു വലിയൊരു കവറായിരിക്കും, ഒരു വലിയൊരു ഏരിയ കവർ ചെയ്ത് ഇതിൻ്റെ ഒരു ഷീറ്റ് പോലെ ഒരു ക്ലൗഡായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ പെർസിസ്റ്റൻ്റ്, അത് കണ്ടിന്യൂസ് ലൈറ്റ് റെയിൻ അല്ലെങ്കിൽ ഡ്രിസിൽ അല്ലെങ്കിൽ മോഡറേറ്റ് റെയിൻ അത്രയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഷീറ്റ് ലൈക്ക് ക്ലൗഡ്സ് ആണ് മൺസൂണിൻ്റെ ടിപ്പിക്കൽ ക്ലൗഡ്സ് എന്ന് പറയുന്ന സ്ട്രക്ചർ അതായിരുന്നു. അപ്പോൾ അത് മാറിയിട്ട് ഇപ്പം ഇടിയോടുകൂടിയുള്ള അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ ഇടിമേഘങ്ങൾ എന്ന് മലയാളത്തിൽ തണ്ടർ സ്റ്റോംസ് എന്ന് പറയുന്നത്. അപ്പോൾ തണ്ടർ സ്റ്റോംസ് അത്ര ഹൈറ്റിലുള്ള നമ്മൾ സമ്മർ ടൈമിലുള്ള അത്രയും വെർട്ടിക്കൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അത്രയും ഹൈറ്റിലുള്ള ക്ലൗഡ് അല്ലെങ്കിൽ പോലും ഇടി ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ ശക്തിയുള്ള കാറ്റിപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഉണ്ടായത് അതായിരുന്നു ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ ശക്തിയായ കാറ്റ് മഴയോടുകൂടി. അപ്പോൾ മൺസൂണിൻ്റെ വെസ്റ്റർലി ഫ്ലോയുടെ കൂടെ അല്ലാതെ വെസ്റ്റർലി സ്ട്രോങ് ആകുമ്പം നമുക്ക് ശക്തിയായ കാറ്റ് വരാറുണ്ട് മൺസൂൺ സ്ട്രോങ് ആവുന്ന അല്ലെങ്കിൽ ആക്റ്റീവ് ആവുന്ന സമയത്ത്. പക്ഷേ അതുകൂടാതെ ഇങ്ങനെയുള്ള ഈ തണ്ടർ സ്റ്റോമിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വലിയ എന്താ പറയുക, സിവിയർ തണ്ടർ സ്റ്റോം ഇവൻ്റ് എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അത്യാവശ്യം നാശനഷ്ടം ഉണ്ടാക്കാൻ പറ്റുന്ന ഇടിയും കാറ്റും ഒക്കെയുള്ള ഈ തണ്ടർ സ്റ്റോം ഫോർമേഷൻ ഇപ്പോൾ കുറച്ച് കോമൺ ആണ്. അത് പ്രത്യേകിച്ചും മൺസൂൺ വീക്ക് ഫേസിലിരിക്കുമ്പോൾ
ഇപ്പം നമ്മളുടെ മൺസൂൺ വീക്ക് ഫേസിലാണെന്ന് പറയാം. കാരണം വിൻഡ് വെസ്റ്റർലി വിൻഡൊക്കെ വീക്കാണ് ഒത്തിരി. അപ്പോൾ നമ്മൾ അതിനൊരു ഡെഫിനേഷൻ ഉണ്ട്, 12 knots ഓർ മോർ, അതായത് 12 knots റഫ്ലി 24 km/h നമ്മൾ പറയാം. അപ്പം ഓഷ്യൻ ഏരിയയിലെ വിൻഡ് ഒരു 24 knots മേളിലാണെങ്കിലാണ് നമ്മളതിനെ സ്ട്രോങ് മൺസൂൺ എന്ന് പറയും. അപ്പോൾ അതിൽ കുറവാണ് ഇപ്പോൾ വിൻഡ് ഒബ്സർവേഷൻസ് ഒക്കെ. അപ്പോൾ നമ്മളൊരു വീക്ക് മൺസൂൺ എന്നാണ് പറയുക. അപ്പോൾ ആ സമയത്ത് പൊതുവെ മഴ കുറവായിരിക്കും. പെയ്യുന്ന മഴയ്ക്ക് ഇങ്ങനെയുള്ള ഈ തണ്ടർ സ്റ്റോംസ് ഡെവലപ്മെൻറ്റും കൂടുതൽ ഉണ്ടാവാറുണ്ട്. അതാണ് മേജറായിട്ട് നമ്മൾ കാണുന്ന ഒരു ചേഞ്ച്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പെർസിസ്റ്റൻറ്റ് കണ്ടിന്യൂസ് റെയിൻ ആയിരുന്നു എന്താണ് നമ്മളൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. ക്ലൗഡിൻ്റെ സ്ട്രക്ചറിലും മഴയുടെ സ്വഭാവത്തിൽ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് ഇപ്പോൾ. റെയിൻ ഫോർകാസ്റ്റിൽ നമ്മൾ പ്രൈമറി നോക്കുന്ന ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? ക്ലൗഡ്സിന്റെ പ്രസൻസ് മാത്രമാണോ അതോ ഇല്ല, അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇപ്പം നമ്മുടെ ഇന്ത്യൻ റീജിയനിലൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യം വിൻഡിൻ്റെ ഡയറക്ഷനും പ്രഷറിൻ്റെ വേരിയേഷൻസുമാണ് നമ്മളുടെ വെതറിനെ ഗൈഡ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ ഇപ്പം ഒരു പർട്ടിക്കുലർ വിൻഡ് പാറ്റേൺ കൊണ്ട് അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ളൊരു പ്രഷർ ഫീൽഡും ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ക്ലൗഡ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡെമോൺസ്ട്രേഷനാണ്. അതായത് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡെമോൺസ്ട്രേഷനാണ് ക്ലൗഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലൗഡ് ഫോം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ സ്ഥലത്ത് മഴ ഉണ്ടാകുമെന്ന്. അപ്പോൾ ഏരിയ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയുമ്പോൾ ചിലപ്പോൾ അതിൽ തെറ്റുകൾ വരാവുന്നേ ഉള്ളൂ. അല്ലാതെ വെതർ സിസ്റ്റംസ് ഫോം ചെയ്യുമോ ഇല്ലയോ, അപ്പോൾ അത് ഏത് ഡയറക്ഷനിൽ, ഇപ്പോൾ ഒരു ന്യൂനമർദ്ദം ഉണ്ടായെങ്കിൽ, ബേ ഓഫ് ബംഗാളിൽ ഒരു ന്യൂനമർദ്ദം ഉണ്ടായെങ്കിൽ അത് ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യും, ഏത് സംസ്ഥാനങ്ങളെ അത് കൂടുതൽ ബാധിക്കുമോ, സംസ്ഥാനത്തിൻ്റെ ഏത് ജില്ലകളെ കൂടുതൽ ബാധിക്കും, ഇതൊക്കെ നമുക്ക് നേരത്തെ പറയാൻ പറ്റും. അത് ക്ലൗഡ് ആവണതിന് മുമ്പ് തന്നെ നമുക്ക് പറയാൻ പറ്റുമല്ലോ.